കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ പരിശോധിച്ചാൽ വൻകിട വികസന പദ്ധതികളെല്ലാം കേരളത്തിൽ പൂർത്തീകരിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയപാത വികസനം, മലയോര ഹൈവേ, തീരദേശപാത, ശ്രദ്ധേയമായ വിമാനത്താവളങ്ങൾ, വൈദ്യുതി നിലയം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകൾ പരിശോധിച്ചു കഴിഞ്ഞാലും വലിയ നേട്ടമുണ്ടാക്കി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത നിലയിലാണ് റോഡ് വികസനം, റോഡ്, പാലങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ വലിയ തോതിൽ പരിഗണന നൽകി കേരളം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്തരം പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റിന് സഹായകരമായി വന്ന ഘടകം കിഫ്ബിയുടെ പുനരുജ്ജീവനമാണ്. കിഫ്ബി പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷമായി. പക്ഷെ ആർക്കും അത് അറിയില്ലായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്തി കിഫ്ബിയെ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു. പല വൻകിട വികസന പദ്ധതികളും ബഡ്ജറ്റിനകത്ത് നിന്ന് ചെയ്യാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ബഡ്ജറ്റിന് പുറത്ത് ധനസമാഹരണം നടത്തുന്നതിനുള്ള നിലപാടാണ് കിഫ്ബി വഴി സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസനങ്ങൾ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും കേരളം ആകെ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ വികസന പ്രവർത്തനങ്ങളിലെല്ലാം കിഫ്ബി ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കിഫ്ബി ആവശ്യമായ വ്യവസ്ഥകളോട് മുന്നോട്ട് പോവുകയാണ്. ഈ വികസനം തുടരാനുള്ള നിലപാടാണ്. ഇങ്ങനൊരു സമീപനം എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ കിഫ്ബിയെ തകർക്കുക എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായിട്ട് സ്വീകരിച്ചു വരികയാണ്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളെയെല്ലാം ദുരുപയോഗപ്പെടുത്തി കേരളത്തിൻ്റെ ഈ വളർച്ചയെയും മുന്നേറ്റത്തെയും തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർ നടത്തിവരുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിക്കെതിരായും നേരത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്, ഇവർക്കെല്ലാം എതിരായി ഇപ്പോൾ ED നോട്ടീസുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് മാധ്യമങ്ങൾ പ്രധാനമായിട്ടും പുറത്തു കൊടുത്തിട്ടുള്ള ഒരു വാർത്ത EDയുടെ നോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരായും കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, ഇവർക്കെല്ലാം എതിരായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം സാധാരണ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. അപ്പം ഇപ്പോഴുള്ള ED നോട്ടീസിന്റെ ഉദ്ദേശം കേരളം വലിയ തോതിൽ സ്വീകാര്യത നേടിയ കിഫ്ബിയെ തകർക്കുക എന്നതിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം കേരളത്തിലെ പാർട്ടിയുടെ CPIMന്റെ സെക്രട്ടറി ആയിരുന്നു. CPIMന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വേട്ടയാടുന്നതിനും എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു, എന്തെല്ലാം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ആ പട്ടികയിലാണ് ഇപ്പോഴുള്ള EDയുടെ വേട്ടയാട്. ഇതിന്റെ ഒരു തുടർച്ച തന്നെ. ആ നിലയിൽ അതിനെയെല്ലാം അതിജീവിച്ചാണ് കേരളം മുന്നോട്ട് പോയത്. എല്ലാ ആരോപണങ്ങളും എല്ലാ ആക്ഷേപങ്ങളും ഉയർന്നു വരുമ്പോഴും എന്താ കരുത്തിന്റെ അടിസ്ഥാനം കൈ ശുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തെല്ലാം ശ്രമങ്ങൾ നടന്നു. കുടുംബത്തെ വേട്ടയാൽ അദ്ദേഹത്തെ തന്നെ ഒറ്റതിരിച്ച് ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. അതിനെല്ലാം അതിജീവിച്ചല്ലേ കേരളം മുന്നോട്ട് പോയത്. ഒരു നടപടിയും അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും ഇവിടെ ED തന്നെ ഇവിടെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു.
കുടുംബാംഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുത്തില്ലേ? കേരളത്തിന് മുമ്പുള്ള അനുഭവമല്ലേ? കോൺഗ്രസിന്റെ പല അറിയപ്പെടുന്ന നേതാക്കന്മാരും കോടതിയിൽ കേസിന് പോയില്ലേ? ഇതെല്ലാം കേരളത്തിന് മുമ്പിലുള്ള അനുഭവമാണ്. അപ്പൊ ഇതിനെയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള EDയുടെ ഈ നിലപാടിനെയും കേരളം നേരിടുക തന്നെ ചെയ്യും. ഗവൺമെന്റ് നിയമപരമായും രാഷ്ട്രീയമായും ഈ പ്രശ്നങ്ങളെ നേരിട്ട് മുമ്പോട്ട് പോവുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ പ്രശ്നത്തെ കാണുന്ന അങ്ങനെയാണ്. നിയമപരമായും രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളത് തന്നെയാണ്. നേരിടാൻ ജനങ്ങളുടെ മുമ്പിലുള്ള ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ബോധ്യമാകുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ശക്തമായിട്ട് ഈ നിലപാടുമായും ഈ നാടിന്റെ വികസനവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന നിലയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതികരണം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ പത്രക്കാരെ വിളിക്കാൻ ഇടവന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ ഇത്തരം കാര്യങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ വരുന്നത്. പല ഘട്ടങ്ങളിലും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതൊരു തുടർച്ച തന്നെയായിരിക്കുമല്ലേ? തീർച്ചയായിട്ടും അതാണല്ലോ ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ശ്രമിക്കാം. അത് തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിയമസഭ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, കേരളത്തിലെ ഗവൺമെന്റിനെതിരായി, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കെതിരായി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ അതിജീവിച്ച് കേരളം മുന്നോട്ട് പോയിട്ടുണ്ട്. തുടർന്നും ഈ പ്രശ്നങ്ങളെ എല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യം തർക്കമില്ല. കിഫ്ബിയെ തകർക്കാൻ അനുവദിച്ചുകൂടാ കേരളത്തിന്. അതാണ് ഇതിൻ്റെ അകത്ത് എല്ലാ വിഭാഗം ആളുകളും സ്വീകരിക്കേണ്ടുന്ന പ്രശ്നം. നിയമസഭയ്ക്കകത്ത് പോലും കിഫ്ബിക്കെതിരായിട്ട് എന്തെല്ലാം പരാമർശങ്ങളാണ് നടത്തിയത്. ഈ ആനുകൂല്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കിഫ്ബിയെ വിമർശിക്കാൻ തന്നെ രാഷ്ട്രീയമായ കാരണം പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് കിഫ്ബി വഴി നിരവധി നേട്ടങ്ങൾ കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരത്തി തന്നെ, ജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ ഇതിനെ അതിജീവിക്കാൻ കഴിയും. ഇതിനെ അതിജീവിക്കാൻ കഴിയാവുന്ന നിലപാടായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മാറും എന്ന് തന്നെയാണ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ മുന്നിലാണല്ലോ ഈ ബോണ്ട് കൊടുത്തിരുന്നത്. അത് ആരാണെന്നുള്ളത് ദുരൂഹമാണ് എന്നാണ് ഒരു വിമർശന ശക്തമായി ഈ വിഷയത്തിൽ ഉയർന്നിരുന്നത്. അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത LDF-നുണ്ടോ? അതിൽ പരിശോധിക്കട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇക്കാര്യത്തിൽ ഒരു ആശങ്കയുടെയും പ്രശ്നമില്ല. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് നിയമവിരുദ്ധമായിട്ട് ഇക്കാര്യത്തിൽ ചെയ്തു എന്നുള്ളത് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇവിടെയെല്ലാം നിയമവിധേയമായി തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ ഡോക്ടർ തോമസ് ഐസക് ഇത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരാശങ്കയും താങ്കൾ ഉന്നയിച്ചതുപോലുള്ള പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല. എന്തെങ്കിലും നിയമപരമായ പ്രശ്നമുണ്ടോ പരിശോധിക്കാനുള്ള സന്ദർഭമുണ്ടല്ലോ. ഇനി നിയമപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അത് ആർത്ഥത്തിൽ പരിശോധിച്ചിട്ടല്ലേ മാറ്റം വരുത്തേണ്ടത്. ഇവിടെ കടം വാങ്ങാൻ അനുവദിക്കില്ല. കിഫ്ബി വഴി എടുക്കുന്ന കടം പോലും സ്റ്റേറ്റിന് അനുവദിക്കാവുന്ന കടത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കടം പോലും അനുവദിക്കാതെ ഉള്ള നിലപാടിൽ ഇപ്പം വയനാട് ദുരന്തത്തിൽ എത്ര പ്രയാസം അനുഭവിച്ചതാണ്. ഇവിടെ എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്റർ വന്ന സമയത്ത് നമ്മളെല്ലാം സന്തോഷിച്ചില്ലേ? കേന്ദ്രത്തിന്റെ ഒരു സേവനം. പട്ടാളം വന്ന് നേരിട്ട് ഇടപെട്ടിട്ട് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. നല്ല കാര്യമാണത്. പക്ഷേ അതിനുവേണ്ടി വന്ന ചെലവെല്ലാം കേന്ദ്രം കണക്ക് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. ഇവിടെ പുനരധിവാസത്തിന്റെ പ്രശ്നം വന്ന സമയത്ത് കേരളം ആവശ്യപ്പെട്ട തുക നൽകുന്നില്ല. അത് കേന്ദ്രം സഹായകരമല്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോഴാണ് 750 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി വയനാട്ടിൽ ഈ ദുരന്തം അനുഭവിച്ചവരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. ഇവിടെ കൽപ്പറ്റ നഗരസഭയ്ക്കകത്ത് ഫ്ലാറ്റ് പ്രത്യേക ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ത്വരിതഗതിയിൽ മുമ്പോട്ട് പോവുകയാണല്ലോ. എല്ലാവർക്കും വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട്, ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ മനുഷ്യസാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടത് ഇത് സാധാരണ വ്യത്യസ്തമല്ലേ?